ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളിൽ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ചു തരാനും അതിൻ്റെ റേറ്റും അതുപോലെ നിങ്ങളുടെ പ്ലേസും അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ 7 ആട്ടിൻകുട്ടികളാണ് സെയിലിന് വന്നിരിക്കുന്നത്. 3 മുട്ടനും 4 പെടയും. അപ്പോൾ 7 എണ്ണം കൂടി ചോദിക്കുന്നത് 15,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 7 എണ്ണം ഉണ്ട്. 7 ആട്ടുകുഞ്ഞുങ്ങൾ 15,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മലപ്പുറം മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം 7 എണ്ണം 15,000 രൂപ. അടുത്തായിട്ട് കൊല്ലത്ത് നിന്നാണ് പ്രാവുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകളും അതേപോലെ തന്നെ ക്രോസ് പ്രാവുകളും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് 150 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. 150 രൂപ വെച്ചാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം കാട്ടാക്കാടയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ പപ്പി പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ പപ്പി 30 ദിവസമായത് 2,000 രൂപയാണ് പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കാടയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഗൂസുകളാണ്, വാത്തകൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 1.5 വയസ്സ് പ്രായമുള്ള വാത്തകളാണ് വന്നിരിക്കുന്നത്. എഗ് ചെയ്യാൻ പ്രായ വാത്തകൾ, ഒരു മെയിലും 2 ഫീമെയിലും. 3 എണ്ണം കൂടി 5,000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 5-മതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അസീലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അസീലിൻ്റെ ഒരു മെയിലും ഒരു ഫീമെയിലും, അതായത് മെയിലിന് 2,500 രൂപയും ഫീമെയിലിന് 1,000 രൂപയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീമെയിലാണ്. അപ്പോൾ നല്ല അടിപൊളി അസീൽ കത്തിക്കാലാണ്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാബിൻ്റെ അഡൾട്ട് ഫീമെയിൽസാണ് വന്നിട്ടുള്ളത്. 2 ഫീമെയിൽസ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിട്ടുള്ളത് 2 1 വയസ്സും 3 മാസമാണ് പ്രായമായിട്ടുള്ളത്. 2 ഫീമെയിൽസാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2 കൂടി 10,000 രൂപയാണ് ചോദിക്കുന്നത്, 2 ഫീമെയിൽസിന് കൂടി. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 അഡൾട്ട് ഫീമെയിൽസ് ലാബ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഫാൻറ്റെയിൽസാണ് 5 എണ്ണം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 500 രൂപയാണ്. ഒരു ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫാൻറ്റെയിൽസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് ചോദിക്കുന്ന റേറ്റ് 500 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് 3 ആടുകളാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായ 2 കുട്ടികളും അതുപോലെ അതിൻ്റെ ഒരു തള്ളാടും. അപ്പോൾ 3 എണ്ണത്തിന് കൂടി ചോദിക്കുന്നത് 13,500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ആടുകളെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 3 എണ്ണം കൂടി 13,500, 2 കുട്ടികളും ആ തള്ളാടും കൂടി 13,500 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. ബൾക്ക് സെയിലാണ്. 14 പീസ് ഉണ്ട്. ഒരെണ്ണത്തിന് 1,000 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബേഡ്സുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. ബൾക്ക് സെയിൽ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്.
ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബേഡ്സിനൊക്കെ എടുക്കാൻ താല്പര്യമെങ്കിൽ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നിന്നാണ് നമുക്ക് കുറച്ച് കോഴികൾ വന്നിരിക്കുന്നത്. അപ്പോൾ തനി നാടൻ കോഴി പുള്ളിക്കോഴിയാണ് വന്നിരിക്കുന്നത്. 60 കോഴിയാണ്, മെയിലാണ്. മെയിലിന് ചോദിക്കുന്നത് 1 വയസ്സ് കഴിഞ്ഞ് മെയിലിന് ചോദിക്കുന്നത് 600 രൂപ. അതേപോലെ തന്നെ 6 മാസമായ പുള്ളിക്കോഴിയുടെ തന്നെ പിടക്കോഴിയാണ് വന്നിരിക്കുന്നത്, തനി നാടൻ കോഴികൾ. അപ്പോൾ ഈ 6 മാസമായ കോഴിക്ക് ചോദിക്കുന്നത് 600 രൂപ തന്നെയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇത് മുട്ടയിടാറായതാണ്, 6 മാസം പ്രായമായ പുള്ളിക്കോഴി. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫയോമികളാണ് വന്നിരിക്കുന്നത്. 3 ഫയോമികൾ. പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്, അഡൽട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 400 രൂപയാണ്. ഫയോമികൾ വരുന്നത് സെമി അഡൽട്ടാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 400 രൂപ. അപ്പോൾ 3 കൊടുക്കാൻ 3 ഫയോമി ഉണ്ട്, 1 മെയിലും 2 ഫീമെയിൽസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോഴികളൊക്കെ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്ത് വന്നിരിക്കുന്നത് നേക്കിഡ് നെക്കിൻ്റെ ഒരു ഫീമെയിലാണ്, 1 വയസ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 800 രൂപയാണ്. ഈ നേക്കിഡ് നെക്ക് ഇതിൻ്റെ ചോദിക്കുന്ന റേറ്റ് ഫീമെയിൽ 1 വയസ്സ് കഴിഞ്ഞത്. അടുത്ത് വന്നിരിക്കുന്നത് നേക്കിഡ് നെക്കിൻ്റെ തന്നെ കുറുങ്ങാലി ടൈപ്പാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമായതാണ്, ഇത്ര ഹൈറ്റ് വയ്ക്കുള്ളൂ. ഇതിനും ചോദിക്കുന്ന റേറ്റ് 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫീമെയിലാണ്, കുറുങ്ങാലി ടൈപ്പ് നേക്കിഡ് നെക്ക് കോഴി, 800 രൂപ പീസ് റേറ്റ്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 11ാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിലാണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2 വയസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും അവരെ വിളിച്ചു ചോദിച്ച് എടുക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ അല്ല. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിലാണ്, 2 വയസ്സ് പ്രായമായത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു അഡൾട്ട് ലാബ്, 1 വയസ്സ് പ്രായമായ ലാബും അതേപോലെ തന്നെ ഒരു കേജ് അടക്കമാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ലാബിൻ്റെ 1 വയസ്സായ മെയിലാണ് വന്നിരിക്കുന്നത്, മെയിൽ ലാബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലാബും ആ കേജ് അടക്കം 28,000 രൂപയാണ് ചോദിക്കുന്നത്. 28,000 രൂപ. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ലാബിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഈ കേജും 28,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പോളിഷ് ക്യാപ്പിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ. ഇതിന് ചോദിക്കുന്ന റേറ്റ്, ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 1500 രൂപയാണ്. ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്, എറണാകുളം ജില്ല. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്താണ്. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2 ക്യാറ്റ്, ഒരു തള്ളയും ആ അഡൾട്ട് ക്യാറ്റും, അതുപോലെ ആ വൈറ്റ് കളറ് കിറ്റണും, അതേപോലെ കേജ് അടക്കം 10,000 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ ആ ഒരു കിറ്റൺ മിക്സഡ് കളർ കിറ്റൺ സെയിലായതാണ്. അപ്പോൾ ആ തള്ള ക്യാറ്റും അതേപോലെ വൈറ്റ് കളറ് കിറ്റണുമാണ് കൊടുക്കാനുള്ളത്. പ്ലസ് ഒരു കേജ് അടക്കം 10,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് കണ്ട് എടുക്കാവുന്നതാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ചെന്ന് കണ്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ കാക്കനാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്, എറണാകുളം ജില്ലയിൽ കാക്കനാട്. അപ്പോൾ ഒരു ഹിമാലയനാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ തള്ളക്കാറ്റ്. അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറ് കിറ്റണം. അപ്പോൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഫാൻറ്റെയിൽസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മരത്താക്കരയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് 50ഓളം ഫാൻറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. മൊത്തം 50ഓളം ഫാൻറ്റെയിൽസ് പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാതും അഡൾട്ട്, ബ്രീഡിങ് സൈസ്, സെമി അഡൾട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 400 രൂപയാണ്. ഒരു ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ നമ്മുടെ ചാനൽ വഴി ചെയ്യാൻ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും കാരണം നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ വീഡിയോസിന് നല്ല നല്ല കമൻറ്റുകളും അതേപോലെ തന്നെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാരണമാണ് സെയിൽ നടക്കുന്നത്. അതേപോലെ നോർമൽ റേറ്റും ആയതുകൊണ്ടാണ് സെയിൽ നടക്കുന്നത്. അതിനെല്ലാത്തിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതേപോലെ തന്നെ അതിൻ്റെ ആ പെറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ സ്ഥലം, അതിൻ്റെ റേറ്റ് എന്നിവ അയച്ചു തരേണ്ടതാണ്. മെസ്സേജ് അയക്കേണ്ടതാണ്. നമ്മൾ വീഡിയോ മെസ്സേജിനൊക്കെ റിപ്ലൈ തരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിപ്ലൈ തരിക വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും റിപ്ലൈ തരിക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം അയച്ചു തരേണ്ടതാണ് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമ്മുടെ നമ്പർ ഈ നമ്പറാണ്, വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിലേക്കാണ് വീഡിയോസ് എല്ലാം വാട്സപ്പ് ചെയ്ത് തരേണ്ടത്.